ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, നമ്മള് മാലയിട്ടിട്ട് ഒരുപാട് അമ്പലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റി. പക്ഷെ ഇതുവരെ ഒരു കാവിൽ പോയിട്ടില്ല കേട്ടാ. ഇന്ന് നമ്മള് പോകാൻ പോകുന്നത് ഒരു കാവിലാണ്. അമ്മയെല്ലാം പണ്ടേ പറയുന്നതൊക്കെ നമ്മളെ കുടുംബക്ഷേത്രാന്ന് കാവ് അല്ലേ? പക്ഷെ ശരിക്കും കുടുംബക്ഷേത്രം എല്ലാം തോന്നുന്നു, നമുക്ക് ശരിക്കും അറിയില്ല. കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയില്ല. അമ്മേന്റെ തറവാട്ട് കാവുന്നിട്ട് പണ്ടേ എല്ലാരും ഇങ്ങനെ അവിടെ പോന്ന്. അതുപോലെ നമ്മളും. അതെ, അതിന്റെ പേരാണ് ചെറുവട്ടാരം അല്ലേ? ചെറുവട്ടാരം ചെറുവട്ടാരം തന്നെ ഉള്ളു അല്ലേ? അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം സന്ധ്യ വിളക്ക് കത്തിക്കാനായി ഏകദേശം. നമുക്ക് വേഗം ഓടിപ്പോവാന്നാല് പോവാം. എന്തെങ്കിലും ഓർമ്മയുണ്ട് നമുക്ക് പറയാം? ചെറുപ്പത്തില് നമ്മള് പോയ തെയ്യം കാണാൻ പോയെന്ന് ഓർമ്മയില്ല. നോക്ക്, നമുക്ക് വേഗം പോവാ. ആടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മിച്ചിട്ട് നമുക്ക് പിന്നെ പറഞ്ഞുതരാട്ടെ. എങ്ങനെ നമ്മളിവിടെ എത്തിയേട്ടാ. കറക്റ്റ് 6 മണി വിളക്ക് എത്തിക്കാൻ നോക്കും. കറക്റ്റ് എത്തി. ഇതാണ് ചെറുവട്ടാരം. ചങ്ങായിമാരെ, ഇങ്ങനെ ആളും ആരവവും ഇല്ലാതെ ചെറുവട്ടാരം നമ്മൾ കാണൽ കുറവാണ്. ഇവിടെ ഉത്സവത്തിനാണ് വരുത്ത്. ഇവിടെ ആള് ഒത്തിരി ആളുണ്ടാവും. വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മയോട് നമുക്ക് പണ്ടത്തെ എന്തെല്ലാം ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കാം. അമ്മ എന്തെല്ലാം ഓർമ്മിച്ചെടുത്തിട്ടുണ്ടോ? പറ. ഒന്നും ഓർമ്മിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇവിടെ 5 തെയ്യാണ് ഉള്ളത്. നമ്മള് പണ്ടേ അമ്മ നാരൻ്റെ അമ്മമ്മയുള്ള സമയത്തെ, അമ്മമ്മയും ഇളയമ്മയെല്ലാം ഉള്ള സമയത്തെ വരുത്തുണ്ട്. തെയ്യം കാണാനാണ് വരുക. അതിലടക്കെല്ലാം നിൽക്കാനെല്ലാം വരുത്തുണ്ട്. ഇവിടെ 5 തെയ്യമുണ്ട്. പിന്നെന്തെന്ന് ഇവിടെ ഭൂതം കീയുമ്പോന്ന് ഭയങ്കര ജനങ്ങൾ അടുക്കുക. ഇവിടെ ജനങ്ങള് ഭൂതം കീയുമ്പോ ഭൂതത്തിന്റെ കർമ്മം വരെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ തുള്ളാനും വിടൂല ഭൂതത്തിനാ എന്നാ പറയണ്ടേ. അങ്ങനെയാണ്. ഭൂതോ, പരത്തവീര്, പൊതിയോതി, വെല്ലമ്പുരാട്ടി, ഗുളിക 5 തെയ്യാണ് ഉള്ളത്. അപ്പൊ നമുക്ക് വിളക്ക് കത്തിക്കുന്നതാണ്.
നമസ്കാരം. നമസ്കാരം. എന്താ പേര് നിങ്ങളെ? എൻ്റെ പേര് രഞ്ജൻ. ഈ കാവിന്റെ ആരാണ്? കാവിന്റെ രക്ഷാധികാരിയിൽപ്പെട്ട ഒരാളാണ്. നിങ്ങളെ കുടുംബക്ഷേത്രമായിരിക്കും അല്ലേ? കുടുംബദേവതാ ക്ഷേത്രം. ഈ കാവിനെ പറ്റി എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടോ? കാവിനെ പറ്റി ഉണ്ടോന്ന് വെച്ചാല് എന്റെ പൂർവ്വന്മാരാണ് ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുൻപേ തന്നെയാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയപ്പെടുന്നത്. മറ്റുള്ള പൂർവ്വന്മാർ ഇങ്ങനെ ആരാധിച്ചു വരുന്നു, അത് അതേപോലെ തന്നെ നമ്മളും ആരാധിച്ചു വരുന്നു. ഇവിടെ ഇപ്പൊ പിന്നെ കുംഭം 4ഉം 5ഉമാണ് നമ്മളെ ഈ തെറ മഹോത്സവം. 6-ാം തീയതി ആറാട്ടോടുകൂടി ഇത് സമാപിക്കും. പിന്നെ പ്രസാദ സദ്യ ഉച്ചക്ക് എന്നിവയെല്ലാം ഉണ്ട്. പിന്നെ ആകെ ഉള്ളത് നമ്മള് പിന്നെ 5 പരദേവതകളാണ്. ഒന്ന് ആദ്യം തന്നെ പിന്നെ പരത്തിവീരൻ, പിന്നെ 2 ഭൂതത്താൻ, വെളുത്ത ഭൂതത്താനാണ്. പിന്നെ മൂന്നാമത്തത് നമ്മളെ ഗുളികൻ, 4 പിന്നെ നമ്മളെ പുതിയ ഭഗവതി പന്തത്തോടുള്ള ഭഗവതി, പിന്നെ 5 വലിയ തമ്പുരാട്ടി. അങ്ങനെയാണ് 5 വലിയ തമ്പുരാട്ടിയോടുകൂടി ഒരു ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ കഴിയും. 4 മണിക്ക് ആ കുംഭം 6-ാം തീയതി 4 മണിയാകുമ്പോൾ അവസാനിക്കും. അതാണ് നമ്മളെ ഒരു ഇതുള്ളത്. അത് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ വെളുത്ത ഭൂതത്താന്റെ ഒരു ഭയങ്കരം ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകലുണ്ട്. പിന്നെ ആളും തിരക്കും അങ്ങനെയാണ് അതിന്റെ നടനം. അങ്ങനെയാണ് വെളുത്ത ഭൂതത്താന്റെ ദണ്ണോടുകൂടി ഉള്ള ഒരു നടനമാണ്. ഏറ്റവും കൂടുതൽ ആളെടുക്കുന്ന ഒരു സ്ഥലം, അടുത്തെല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ ആളെടുക്കുന്ന ഒരു സ്ഥലമാണ് ഭൂതം കീയുമ്പോൾ. പിന്നെ പുതിയ ഭഗവതി, പിന്നെ വലിയ തമ്പുരാട്ടി. നമ്മള് പരദേവത എന്ന് പറയുന്നത് വലിയ തമ്പുരാട്ടി. വലിയ തമ്പുരാട്ടിയാണ് നമ്മള് ഏറ്റവും പ്രധാനമായ തെയ്യം. അപ്പൊ അതാണ് ഉള്ളത്. ഇപ്പൊ ഏറ്റവും വലിയ ഒരു കാരണവറുണ്ട്, എന്റെ ഓറാനീൻപുരുവിന്റെ രക്ഷാധികാരി. പിന്നെ നമ്മള് ഇങ്ങനെ കുടുംബപരമായിട്ട് ഇത് ആരാധിച്ച് വരുന്നു. അത് തന്നെ. അപ്പൊ അതിന്റെ ചരിത്രത്തിനെ പറ്റി നമുക്ക് അധികം കൂടുതലായിട്ട് അറിയില്ല. ഏകദേശം ഇങ്ങനെ പറയപ്പെടുന്ന 500 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ നമ്മൾ ഈ ദൈവങ്ങൾ ഇങ്ങനെ അങ്ങനെ കൊട്ടിയൂർന്ന പുറപ്പെട്ട് ഇങ്ങനെ പനത്താമ്പറമ്പാലെ എടക്കയിൽ കുളത്താലെ വന്ന് കാല് കഴുകി പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ വെള്ളുവക്കർത്താവിന്റെ അന്ത്യദീപം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളുവക്കർത്താവാണ് നമ്മള്, വെള്ളുവ തറവാട്ടിലുള്ള ആൾക്കാർ. അപ്പോൾ അന്നേരത്ത് പിന്നെ നമ്മുടെ ഇവിടുത്തെ കാരണവർക്ക് ഒരു ദൈവത്തിന്റെ ഒരു ഇത് ഒരു സ്വപ്നത്തിൽ കാണിക്കുകയും എനിക്ക് ഇവിടെ ഒരു കൊടുനാക്കലയും ഒരു പീഠവും വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന്റെ തന്ത്രികർമ്മങ്ങളെല്ലാം നടത്തി ഇവിടെ പീഠപ്രതിഷ്ഠ ഇവിടെ നടത്തി എന്നതാണ് രത്നച്ചുരുക്കം ഇതിന്റെ. അത്രയാണ് എനിക്ക് അറിയാവുന്ന കാര്യം. അറിയാവുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റും. അതെ, നമുക്ക് ഇതും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതൊരു വലിയ കാര്യമല്ല അറിഞ്ഞത്. അപ്പോ നിങ്ങളെ കാണാനും സംസാരിക്കാനും പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു. സന്തോഷം. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വിചാരിക്കാം. എല്ലാത്തിനും എല്ലാം വിളക്ക് കത്തിച്ച് എല്ലാം ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്നു. നമ്മള് അത്രമാത്രം നമ്മൾ മുന്നേറുന്നു. ഓക്കെ. സർവേശ്വരൻ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം. നമസ്കാരം. ചങ്ങായിമാരെ, നമ്മള് കാവിലെല്ലാം പോയി വീട്ടിലെത്തി. നമ്മൾ കാവ് പോവാന്ന് ചോദിച്ചാല് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം പരിസര പ്രദേശങ്ങളിലായിട്ട് ഒരുപാട് കാവുകളുണ്ട് കേട്ടാ. പിന്നെ പണിക്കെല്ലാം പോയി വൈകുന്നേരം വന്നിട്ട് കാവിൽ പോക്കൊന്നും നടക്കൂല. അതുകൊണ്ട് നമ്മള് കാവ് പോവാതെ ഇഷ്ടം പോലെ കാവുണ്ട് പോവാൻ വേണ്ടി പറ്റിയ അല്ലേ? ഇത് പിന്നെ നമ്മള് തറവാട്ട് കാവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തറവാട്ട് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാകുന്നത് കൊണ്ട് എന്റെ മനസ്സിലൊരു ഇത് അവിടെ ഒന്ന് പോണം, അങ്ങനെ പോയതാണ്. അങ്ങനെ ആ ആഗ്രഹം ഇന്ന് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് സാധിച്ചു.
നമ്മൾ വിളക്ക് കത്തിച്ചില്ലെന്ന് വിചാരിച്ചിന് വിളക്ക് കത്തിക്കുന്നു, പക്ഷേങ്കിൽ നമ്മളെ മനസ്സിന്റെ ഇതുകൊണ്ട് കത്തിച്ചില്ല. നമ്മൾ ആദ്യത്തോ എല്ലാം കത്തിക്കാൻ നോക്കുന്നേ ഉള്ളൂ. അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചങ്ങായിമാരെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ദൈവത്തോടൊന്നും കോപിക്കരുത്. നമ്മളടുത്തെല്ലാം കാവുണ്ട്, പക്ഷേങ്കിൽ കാവില് ഏടി പോയിട്ടില്ല. അതുകൊണ്ട് ഒരു ദൈവങ്ങളും കോപിക്കണ്ട നമ്മളെ. അപ്പോ ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.